ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലക്സാണ്ടർ കോയ്ഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. സോ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും അലക്സാണ്ടർ കോയ്ഫിനെ കുറിച്ച് നമുക്ക് പറയാം. കുറേ നാൾ കൊണ്ട് പറയുന്നു അലക്സാണ്ടർ കോയ്ഫ് ഇന്ന് വരും നാളെ വരുമെന്നൊക്കെ. എന്നാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, അതായത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. എന്തെങ്കിലും വിസയുടെ ഇഷ്യൂ ഒക്കെ കാണും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം വരാൻ താമസിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ഒരു വീക്കിൻ്റെ എൻഡോടെ അദ്ദേഹം എത്തുമെന്നാണ്. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ടീമിനോടൊപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ ടീമിന് വേണ്ടി കളിക്കാനുണ്ടാകും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു എന്താ പറയുക, നോക്കൗട്ട് സ്റ്റേജിൽ അദ്ദേഹം ഇനിയും ബ്ലാസ്റ്റേഴ്സിനൊപ്പം കളിക്കാൻ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും അടുത്ത മാച്ച് വിജയിക്കുക, അദ്ദേഹത്തിനും ഗെയിം ടൈം കിട്ടട്ടെ ISL മുമ്പ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് രാഹുൽ KPയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. രാഹുൽ KPയെ സ്വന്തമാക്കാൻ കുറേയധികം ക്ലബ്ബുകൾ രംഗത്തുണ്ട്, അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ രംഗത്തുണ്ട്, ബംഗളൂരു FC രംഗത്തുണ്ട് എന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. ബട്ട് അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് സ്വന്തമാക്കാൻ ആരും തന്നെ ഇല്ല എന്ന തരത്തിലുള്ള റൂമറുകളും വന്നിരുന്നു. കൂടെ അദ്ദേഹം ഇഞ്ചുറിയാണ് എന്നും പറഞ്ഞ് കേട്ടിരുന്നു. ആ ഒരു ഇഞ്ചുറി വലിയ സീരിയസ് അല്ല, ഉടൻ തന്നെ അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് കുറേയധികം റൂമറുകൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലബ്ബുകളൊക്കെ ഒരുപക്ഷെ പിന്മാറുകയാണെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതിൻ്റെ കോൺട്രാക്റ്റ് ഈ വർഷം അവസാനിക്കും എന്നുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ആ ഒരു ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് സൈൻ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ സൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് 1 വർഷത്തെ കൂടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചത്. പക്ഷേ അതിന് രാഹുൽ തയ്യാറായില്ല. സോ രാഹുൽ ഇനിയും തയ്യാറാകില്ല എന്ന് മറ്റ് ക്ലബ്ബുകൾക്ക് ഉറപ്പായതുകൊണ്ട് മിക്കവാറും ആ ഒരു ക്ലബ്ബുകൾ അതായത് അടുത്ത വർഷമേ സ്വന്തമാക്കാൻ ശ്രമിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.